മലപ്പുറം മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ഗുരുതരമായ ചികിത്സാ പിഴവ്. കാലുവേദന എത്തിയ രോഗിയിൽ നിന്നും ശസ്ത്രക്രിയയിലൂടെ കാലിലെ ഞരമ്പുകൾ മുറിച്ചു മാറ്റിയെന്നാണ് പരാതി. നിലമ്പൂർ ചുങ്കത്തറ സ്വദേശിയായ വൃദ്ധയ്ക്കാണ് ഇത്തരമൊരു ദുരനുഭവം നേരിടേണ്ടി വന്നത്. ചികിത്സാ വിവരങ്ങൾ നൽകാതെ ആശുപത്രിയിൽ നിന്ന് ഇവരെ പറഞ്ഞയച്ചുവെന്നും ആരോപണമുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ശിവദാസ് കന്മനം ചേർന്നുണ്ട്. ശിവദാസ്, എന്തായാലും ഗുരുതരമായൊരു സാഹചര്യമാണുള്ളത്. എന്ത് വിശ്വസിച്ചാകും ഇനി ആശുപത്രിയിൽ പോകേണ്ടു എന്നുള്ളൊരു ഗതികേട് ബാക്കിയുള്ളവർക്കുമുണ്ട്. എന്താണ് ഇത് സംബന്ധിച്ച് മറ്റു വിവരങ്ങൾ? തീർച്ചയായും എന്ത് വിശ്വസിച്ചാണ് സർക്കാർ ആശുപത്രിയിൽ പോകേണ്ടത് എന്നുള്ളത് തന്നെയാണ് ഉയരുന്ന പ്രധാന ചോദ്യം. കാരണം ഇപ്പോൾ UDF സർക്കാർ അധികാരത്തിൽ എത്തിയിട്ടും ആരോഗ്യം മെച്ചപ്പെടാത്ത അവസ്ഥ തന്നെയാണ് ആരോഗ്യ മേഖലയ്ക്ക് ഇപ്പോൾ ഉള്ളത്. ഇക്കഴിഞ്ഞ 12-ാം തീയതിയാണ് ഈ സംഭവം ഉണ്ടായത്. അതായത് കാലുവേദനയുമായി ആണ് ഈ 73 വയസ്സുകാരിയായ ഈ വൃദ്ധ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിയത്. 12-ാം തീയതി അവർക്ക് ഇവിടെ വെച്ച് ഒരു ശസ്ത്രക്രിയ നൽകി. അത് സമയത്ത് അവരുടെ കാലിൻ്റെ ഞരമ്പ് മുറിച്ചു മാറ്റി എന്നാണ് പറയുന്നത്. പക്ഷേ ഇക്കാര്യങ്ങളൊന്നും തന്നെ കുടുംബത്തോട് ബോധിപ്പിച്ചിരുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് ഇക്കാര്യങ്ങളൊന്നും തന്നെ പറഞ്ഞ് വ്യക്തമാക്കി കൊടുത്തിരുന്നില്ല. അതിനുശേഷം ഈ കാലിൻ്റെ നിറം മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കാലിൻ്റെ കളർ ഒരു നീല കളറാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇക്കാര്യങ്ങളെല്ലാം തന്നെ ബന്ധുക്കൾ ഈ ഡോക്ടറോട് പറഞ്ഞിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് നിങ്ങൾ മറ്റേതെങ്കിലും ആശുപത്രിയിലേക്ക് റെഫർ ചെയ്യണം എന്നായിരുന്നു ഡോക്ടർ പറഞ്ഞത്. ഇതനുസരിച്ച് ഈ രോഗിയുടെ അവസ്ഥ കൂടുതൽ വഷളായപ്പോൾ അവർ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തന്നെയാണ് ഇപ്പോഴും ഈ വൃദ്ധ ഉള്ളത്. ഇപ്പോൾ അതിനുശേഷം അവർക്ക് ഈ 12-ാം തീയതി മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയ നടത്തി. അതിനുശേഷം നിലവിലിപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും 3 ശസ്ത്രക്രിയകൾ നടത്തിയിട്ടുണ്ട്. ഇപ്പോഴും അവരുടെ സ്ഥിതി വളരെ മോശമായി തന്നെ തുടരുകയാണ്. കാരണം കാലിലെ ഞരമ്പ് മുറിച്ചു മാറ്റിയത് കൊണ്ട് തന്നെ കാല് മുറിച്ചു മാറ്റേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. കാരണം ഈ കാലിലെ ഞരമ്പ് മുറിച്ചു മാറ്റിയ കാര്യമൊന്നും തന്നെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിന്നും ആശുപത്രി അധികൃതരോ അല്ലെങ്കിൽ ഡോക്ടറോ ഒന്നും തന്നെ കുടുംബത്തെ ബോധ്യപ്പെടുത്തിയിരുന്നില്ല. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിയപ്പോൾ അവിടെ നിന്നും എക്സ്റേ എടുത്തപ്പോൾ മാത്രമാണ് ഇക്കാര്യങ്ങളൊക്കെ തന്നെ മനസ്സിലായത്. ഇപ്പോൾ ബന്ധുക്കൾ വലിയൊരു പ്രയാസത്തിൽ തന്നെയാണ്. കാരണം ഒരു നിർധന കുടുംബം കൂടിയാണ്. ഇവർക്ക് ഇൻഷുറൻസ് കാർഡ് ഉണ്ട്. പക്ഷേ അതുവഴി ഇവർക്ക് ചികിത്സ ലഭ്യമാക്കുന്നതിന് വേണ്ട മറ്റു നടപടികൾ, പണം ലഭ്യമാകുന്ന രീതിയിലുള്ള നടപടികളൊന്നും തന്നെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും ചെയ്തു നൽകിയില്ല എന്ന് പറയുന്നുണ്ട്. നിലവിൽ ഇതുവരെ 2 ലക്ഷത്തോളം രൂപ ഇവർക്ക് ചിലവായിട്ടുണ്ട്. ഇപ്പോഴും അതീവ ഗുരുതരാവസ്ഥയിൽ തന്നെയാണ് ഈ സ്ത്രീ ഉള്ളത്. ഇപ്പോഴും ചികിത്സയിൽ തുടരുന്നത്. നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് കുടുംബം മലപ്പുറം ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് പരാതിയും നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ജില്ലാ മെഡിക്കൽ ഓഫീസർ മഞ്ചേരി മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനോട് വിശദീകരണം തേടിയിട്ടുണ്ട്. നിഖിൽ, ശിവദാസ് കന്മനമാണ് വിശദമായ റിപ്പോർട്ടുകൾ നൽകിയത്.